നാക്കെടുത്ത തള്ളു മാത്രം നടത്തുന്ന ട്രീ കട്ടർ സഹോദരന്മാരുടെ തള്ളുകളെല്ലാം പൊളിയുകയാണ്. മെസ്സി തട്ടിപ്പ് കേസിൽ EDയുടെ മാസ് എൻട്രി. ഫെമ ലംഘനത്തിന് കേസെടുത്ത് കഴിഞ്ഞു ED. എന്തോ ഒരു തള്ളാണ് ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി വന്നിരുന്ന് സ്വന്തം ചാനൽ വഴിയും സ്വന്തം ഫേസ്ബുക്ക് വഴിയും നടത്തിയത്. അദ്ദേഹം ഈ ചാനലിൽ നിന്ന് തള്ളു തള്ളുമ്പോഴെല്ലാം കൂടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരെല്ലാം സാർ 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 എന്ന് വിളിച്ചവർ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ടായിരുന്നു. യാതൊരു കൂസലും ഇല്ലാതാണ് ആൻഡോ സാർ തള്ളുന്നത്. ആൻഡോ സാറിൻ്റെ ആ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ ചെയ്യുന്നത് മുഴുവൻ സുതാര്യമാണ്, ഞങ്ങൾ കള്ളപ്പണം ഞങ്ങൾക്കില്ല, ഞങ്ങൾ കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ല, ഞങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടില്ല, ഞങ്ങളെപ്പോലെ വളരെ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്നവർ വേറെ ആരും ഈ നാട്ടിലില്ല. അതെ, എത്ര കുലീനമായ ഒരു ഫാമിലി വേറെ ഇല്ല എന്നൊക്കെയാണ് തള്ളിമറിക്കുന്നത്. പക്ഷേ ഈ അവരെ കാണുന്നത് അങ്ങനെയാണ് എന്ന് കരുതി നാട്ടുകാർ പക്ഷേ ഇവർ ഈ പറയുന്നതൊന്നും ആരും ഇന്ന് വരെ ഏതായാലും അന്തംഗമ്മികൾ ഒഴികെ ആരും ഇതിനെക്കുറിച്ച് വിശ്വസിച്ചില്ല. എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്നൊരു പ്രയോഗമുണ്ട്. അന്തംഗമ്മികൾക്ക് ഇവർ ദൈവമാണ്. കാരണം ഇവരെ തിരുട്ട് തൈക്കണ്ടി ഫാമിലിയെ രക്ഷിക്കാൻ ആകെ ദേവദൂതനെ പോലെ വന്ന മറ്റൊരു കൊള്ളസംഘത്തലവനാണ് ഈ പണ്ട് കാലത്ത് ഈ നാട്ടുരാജാക്കന്മാർ സാമന്ത രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് കള്ള ഫാമിലികൾ തമ്മിൽ, തിരുട്ട് ഫാമിലികൾ തമ്മിൽ ഒരു അടുപ്പമുണ്ട്. ഈ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, പ്രയോഗമുണ്ട്, ദേ സ്റ്റിക്ക് ബൈ ഈച്ച് അതർ ദ വില്ലൻസ് എന്ന് പറയും. കാര്യം ഈ വില്ലന്മാരുണ്ടല്ലേ അവനവൻ്റെ ആവശ്യം വരുമ്പോൾ ഉണ്ടല്ലോ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ്. അതെ. അപ്പോൾ ഈ ഓണത്തിനും യാതൊരു ഉളുപ്പുമില്ലാതെ വന്ന് തള്ളി മറിച്ചിട്ട് പോയ അണ്ണന്മാരാണ്. ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് 126 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയ സംഭവത്തിൽ ഒടുവിൽ ED റിയലായിട്ട് ഇടപെട്ടിരിക്കുന്നു. നേരത്തെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതാണ്, പക്ഷെ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചവിട്ടി ഇവന്മാർ പ്രാഥമിക അന്വേഷണം നടത്തി ഇവന്മാരുടെ കയ്യിൽ തരികിട ഉണ്ടെന്നുള്ളത് മനസ്സിലായതാണ്. പക്ഷേ ഒറ്റ പ്രശ്നം, ഈ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടർ കൊള്ളത്തലവൻ ഇയാൾ ഇടക്കാലത്ത് BJP ആയിരുന്നു. BJP ന്യൂനപക്ഷ മോർച്ചയുടെ എന്തോ ജില്ലാ ഭാരവാഹിയൊക്കെയായിരുന്നു. ഇലക്ഷൻ സ്ഥാനാർത്ഥിയാകുന്നവരെ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിനോ പാർലമെന്റിലോ. അതെ. അപ്പോൾ എവിടെ കാൽ പണം കിട്ടുമോ അവിടെ കവന്ന് വീഴുന്ന ടീമുകളാണ് ഇവർ. വളരെ മനോഹരമായിട്ട് തന്നെ കള്ളത്തരം പറഞ്ഞ് പിടിപ്പിക്കും. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവർക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. ആ വാർത്ത കൊടുത്തതിന് ചാനലുകളുടെ തോളെ കയറി അവിടെ നിന്ന് അലറി വിളിച്ച് ഇവരുടെ മൂത്ത കള്ളൻ റോജി അഗസ്റ്റിൻ. അപ്പോൾ അയാൾ അലറി വിളിച്ചു. അയാളുടെ വിളി കേട്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ CPM ഹാൻഡിലുകൾ മാപ്രകളെ പഞ്ഞിക്കിട്ടു കളിക്കാൻ റോജി സാറ് ഏഷ്യാനെറ്റ് മാപ്രയെ പഞ്ഞിക്കിട്ടു, പൊളിച്ചു, ഹിപ്പ് ഹിപ്പ് ഹുറേ ഹൈ ഹൈ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഏഷ്യാനെറ്റുകാരുടെ വസ്തുത മുഴുവൻ നിരത്തി വാർത്ത കൊടുത്തു. ഈ റോജി എന്ന് പറയുന്ന കാട്ടുകള്ളൻ ഏത് വഴിക്ക് ഓടി എന്നുള്ളത് വിശദീകരണം തീർന്നു. അത് ആലോചിച്ച് നോക്ക്, ഒരു ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? അല്ല, ഉളുപ്പില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ലോകത്ത് ജീവിക്കാൻ വളരെ സുഖകരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ പോലെ ഉളുപ്പുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്നാണ്. ഏത് കള്ളത്തരവും സെക്കൻഡുകൾക്കുള്ളിൽ പൊളിക്കാൻ കഴിയുമെന്നിരിക്കെ പിന്നെ ഈ കള്ളം പറഞ്ഞ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അല്ല, ഇത് നമ്മുടെ കേരളീയ സമൂഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു മാധ്യമ സ്ഥാപനം ഇത്തരത്തിലുള്ളൊരു സംഘം ഏറ്റെടുക്കുകയും അവർ അതിലൂടെ അതിൻ്റെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും അവതരിപ്പിക്കുകയും ഇതിന് നമ്മുടെ കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാരെന്ന് പറഞ്ഞ ഒരു വലിയ സംഘം അവിടെ നിന്ന് ഇതിന് കൂട്ടുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യ സംഭവമാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു മാധ്യമ സംസ്കാരം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. ഇത് ആദ്യമാണ്. ഇത് പലർക്കും പ്രചോദനമാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനകത്ത് വേറെ വിറ്റുണ്ട്. കഴിഞ്ഞ ദിവസം 2 കമ്പനികളിൽ നിന്ന്, ഒന്ന് ഗോകുലം ഗോപാൽ, ഒന്ന് വേറെ ഏതോ ഒരു കമ്പനി, 206 കോടി രൂപ ഇവർ മേടിച്ചു എന്നുള്ളതാണ് മെസ്സിയുടെ പേര് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അതിൽ 126 കോടിയെ ഇവർ കൊടുത്തിട്ടുള്ളൂ. ബാക്കി പൈസ എവിടെ? പിന്നെ എന്തിൻ്റെ ഈട് വെച്ചാണ് അവർക്ക് ഈ പൈസ ലോൺ കൊടുത്തതെന്ന് ആദ്യം അന്വേഷിക്കണം. നമ്മൾ ലോൺ എടുക്കാൻ ഈട് വയ്ക്കണമല്ലോ എന്താണ്. അപ്പോൾ അതിന് ഈ ഇവിടുത്തെ അന്തംഗമ്മികളുടെ ന്യായീകരണം, ഒരു കമ്പനി 2 കമ്പനികളിൽ നിന്ന് ലോൺ എടുത്തു, അതിന് എന്താണ് ബാക്കി, ഇവിടെയുള്ളവർക്ക് എന്താണ് നഷ്ടം? ഇവർക്കെല്ലാം അങ്ങനെയാണല്ലോ. മെസ്സിയുടെ തട്ടിപ്പ് സംസ്ഥാന സർക്കാരിനും ഇവിടുത്തെ ഖജനാവിന് ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണല്ലോ ക്യാപ്സ്യൂൾ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തിന് കേസ് വന്നത്? ഫെമ വയലേഷനാണ് ഇപ്പോൾ ED കേസെടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ 206 കോടി രൂപ ഇവർ വാങ്ങി, ഒരു പേഴ്സണൽ വായ്പ ആയിക്കോട്ടെ, പക്ഷേ ഏത് കോസിന് വേണ്ടിയായിരുന്നു, എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മെസ്സിയെ കൊണ്ടുവരുന്ന തട്ടിപ്പിന് വേണ്ടിയാണ് ഇത് മേടിച്ചത്.
ഇതിന് ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ ഇവർ തിരിച്ചടയ്ക്കുമോ? ഇവർ പറയുന്നത് ഞങ്ങളുടെ അല്ലേ പൈസ പോയത്, പൊക്കോട്ടെ എന്നാണ് പറയുന്നത്. പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇവർ എവിടുന്ന് തിരിച്ചു കൊടുക്കും? അല്ല, അത് ശരിയായ നടപടിയല്ലല്ലേ. നമ്മുടെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമ സംവിധാനമുണ്ട്. വിദേശത്തേക്ക് പണം അയക്കുന്നതിന്, വിദേശത്ത് പണം സ്വീകരിക്കുന്നതിനൊക്കെ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ടല്ലല്ലോ. അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നമുക്ക് ഇവിടെ വീട്ടുകാർക്ക് പൈസ അയക്കും പോലത്തെ ഏതോ ഒരു ഈസി സംവിധാനമാണ് എന്നാണ് ഒരു പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പണം അയക്കുമ്പോൾ ഒരു സംഘടനയുടെയും പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പേരിൽ പണം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പം അതിന് ഒരുപാട് ഔപചാരികതകളുണ്ട്. ഇതൊന്നും പാലിക്കാതെ എങ്ങനെ അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിന് മനസ്സിലാവുന്നത്. ഇതുപോലെ നമ്മുടെ ഈ തൈക്കണ്ടി ഫാമിലിയിൽ SFIO കേസെടുത്തില്ലേ? അതെ. അതുപോലെ എന്തെങ്കിലും ഒരു അന്വേഷണം കേരള ഏതെങ്കിലും സർക്കാർ ഏജൻസികൾ നടത്തി ഈ മെസ്സി തട്ടിപ്പിൽ, മെസ്സിയെ കൊണ്ടുവരാൻ നടത്തിയ തട്ടിപ്പിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ ആ വിഷയത്തിൽ ഇടിക്ക് ഇടപെടാൻ പറ്റും. ഇപ്പോൾ ഒരു ഫെമായിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. അതുപോലെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അന്വേഷണവും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ GSTയുടെ അന്വേഷണമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ GST അന്വേഷണത്തിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും ബാക്കി. അതെ, അത് ശരിക്കും പറഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ ഇവരെല്ലാവരും ഈ അന്വേഷണ ഏജൻസികൾ പലതെല്ലാം ചവിട്ടി പിടിച്ചു എന്ന് നേരത്തെ വിശാഖം പറഞ്ഞാൽ കറക്റ്റ്. ഇവർക്ക് നേരത്തെ തന്നെ ഇവരെല്ലാവരും കൃത്യമായി പിടികൂടാമായിരുന്നു. പക്ഷേ അന്ന് ആരും ചെയ്തില്ല. അത് ഇവരുടെ ഒരു സ്വാധീനം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇവർ അന്ന് രാഷ്ട്രീയ പിൻബലം ഇവർക്കുണ്ടായിരുന്നു. മാത്രമല്ല കേരളം ഭരിച്ചിരുന്നത് CPM ആണ്. അതിന് ഇവിടുത്തെ സംസ്ഥാന ഭരണകൂടം അക്കാര്യത്തെ അനങ്ങില്ല. സ്വന്തം ഒക്കെ ചങ്ങായിമാരായതുകൊണ്ട് ഇവിടെ ഒന്നും നടപടിയില്ല. കേന്ദ്ര സർക്കാരിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ BJP ബന്ധം ഉണ്ടായിരുന്നുകൊണ്ടും, കൂടാതെ BJPയുടെ പ്രമുഖരായ നേതാക്കൾ പലരും ഈ ചേട്ടന്മാരെ വീട്ടിൽ ചെന്നതിൻ്റെ ഫോട്ടോ പലതവണ ഇട്ടിരുന്നല്ലോ. കണ്ട BJP നേതാക്കന്മാരെ ഞങ്ങളെ കൂടെ ഞങ്ങളെ വീട്ടിൽ ദിവസം വരുമായിരുന്നതാണ്, ഞങ്ങളുടെ കൂടെ നിന്ന് പടം എടുത്താണെന്ന് പറഞ്ഞ് പലപ്പോഴും അവർ ഇടുമായിരുന്നല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വരാൻ ഇവരൊരു നടപടി എടുക്കാനും വൈകിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓണത്തിന് ഇവരുടെ മുഖ്യാതിഥി ആഭ്യന്തരമന്ത്രിയാണ് ഈ റിപ്പോർട്ടർ ചാനൽ. അതെ, ചാനൽ എന്നുള്ള ഒരു കെയർ ഓഫിലാണ് അദ്ദേഹം പോകുന്നത്, ആഭ്യന്തരമന്ത്രി പോകുന്നത്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാമോ? അദ്ദേഹം ആ രീതിയിലാണ് ചെല്ലുന്നത്, അവർ മറ്റൊരു രീതിയിൽ അത് മുതലെടുക്കും. മാത്രവുമല്ല, ഇത് പിന്നെ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കേണ്ട ഒരുപാട് തട്ടിപ്പുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനൊക്കെ തടയുന്നതിന് വേണ്ടിയാണോ സംസ്ഥാന ആഭ്യന്തരമന്ത്രി തന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയി നമ്മൾ സ്വാഭാവികം സംശയിക്കേണ്ടി വരും. മാത്രമല്ല ആഭ്യന്തരമന്ത്രി അതിഥിയായി പോയ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പിന്നെ ആളുകളുടെ അടുത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തെ പിന്നെ പോലീസിൻ്റെ കീഴിലുള്ള വിജിലൻസോ അത്ര അന്വേഷണ സംഘങ്ങൾ എന്ത് ധൈര്യത്തിൽ ചെല്ലും? അവർക്ക് ചെറിയ ഉള്ളിൽ ഭയം കാണുമല്ലേ? അതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ സത്യത്തിൽ ആഭ്യന്തരമന്ത്രി പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു മാധ്യമ സ്ഥാപനമാണ്, ശരിയാണ്. റിപ്പോർട്ടർ ചാനൽ അന്വേഷണം നേരിടുകയാണ്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിന് അന്വേഷണം നേരിടുന്ന ഒരു സ്ഥാപനമാണ്. അതാണ്. കള്ളന്മാർ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമകളായാൽ ഉണ്ടാകാൻ പോകുന്ന പുലിവാലുകളാണ് ഇതൊക്കെ. അതെ, റിപ്പോർട്ടർ ചാനൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലാണ്. അവിടെ പോയതിനകത്ത് വ്യാപക പ്രതിഷേധമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ച് ഈ കള്ളന്മാരവിടെ വിലസുകയാണ്. ഈ കള്ളന്മാരുടെ അടുത്ത് ഇദ്ദേഹത്തിന് പോകേണ്ടി വരികയാണ്. ഇത് ആദ്യമായിട്ടല്ലേ ഇവന്മാർ കള്ളന്മാർ തട്ടിപ്പിൽ ഇദ്ദേഹം പെടുന്നത്. മാംഗോ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയതാണ്. അയാൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഈ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഓൾറെഡി ഇവന്മാർ തട്ടിപ്പിൽ വീണതാണ്. അന്ന് ഈ മാംഗോ ഫോണിൻ്റെ ലോഞ്ചിൻ്റെ അന്ന് കളമശ്ശേരി പോലീസ് 2 എണ്ണത്തിനെ തൂക്കി, ജോസൂട്ടിയും ആൻഡോയും. പിന്നെ ആകെയുള്ള ഒരു തട്ടിപ്പുകാരനെ അന്ന് രംഗത്തുള്ളായിരുന്നു. അവനെ വെച്ചിട്ടാണ് അന്ന് ഈ മാംഗോ ഫോൺ തട്ടിപ്പ് ഉദ്ഘാടനം ഇവന്മാർ നടത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തവണ പോയി വെട്ടി വീണ ഒരു സ്ഥാപനം അവന്മാർ അടുത്ത തട്ടിപ്പ് ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം മുഖേനയാണ് നടത്തുന്നത്. പക്ഷെ അതിനുകൊണ്ട് ആഭ്യന്തരമന്ത്രിയെ പോലൊരാൾ, അത് ആര് പറഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹം കൊണ്ട് തല വെച്ച് കൊടുത്ത് ഒരിക്കലും ഇക്കാര്യത്തിലാണ് ഈ സന്ദർഭത്തിലാണ് നമ്മൾ VD സതീശൻ്റെ ബുദ്ധിപൂർവ്വ നീക്കങ്ങൾ മനസ്സിലാക്കുന്നത്. R ചന്ദ്രശേഖരന് സ്വീകരണം കൊടുത്ത യോഗത്തിലേക്ക് വിളിച്ചു. അദ്ദേഹം തന്ത്രപൂർവ്വം അവിടെ നിന്ന് മുങ്ങി. അത് കഴിഞ്ഞ് K രതീഷ് പങ്കെടുക്കുന്ന പിന്നെ ഖാദി ബോർഡിൻ്റെ പരിപാടിക്ക് വിളിച്ച് മുഖ്യമന്ത്രി പോയില്ല. കഴിഞ്ഞ ദിവസം എവിടെയോ കിടക്കുന്നത് കണ്ടു. SDP-യുടെ ഒരു നേതാവ് പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് മുഖ്യാതിഥിയായിട്ട് വിളിച്ചു, പുള്ളി പോയില്ല. കാരണം അത് വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് മാറും. SDP എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള സംഘടനകളാണ്. പിന്നല്ലാതെ അവരുടെ ഇതിൽ പോയി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് തന്നെ പിന്നീട് മാറും എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണ് അദ്ദേഹം വിമർശനത്തിലേക്ക് എന്തുകൊണ്ട് അതേപോലെ വളരെ മുതിർന്നൊരു നേതാവ് എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? അവരൊക്കെ ഇപ്പോൾ ഈ പഴയ കൺവെൻഷണൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്തുകയാണെന്ന് തോന്നുന്നു. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാലാനുസൃതമായി മാറുകയും പുതിയ തലമുറയ്ക്ക് പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള പല മുഖ്യമന്ത്രിമാരും ന്യൂജനാണല്ലോ, ആ ലൈനിൽ തന്നെയാണ് ഇദ്ദേഹം പോകുന്നത്. അങ്ങനെ ആയിരിക്കണം. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരാൾ
ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനത്തിൽ അതിഥിയായിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് വേറെ വല്ല തളങ്ങിനും പോയാൽ നമുക്ക് പിന്നെ സഹിക്കാം. അതിഥിയായിട്ട് ചെല്ലുക എന്ന് പറയുന്നത് അത് കുറച്ച് കടന്ന കൈയായി പോയത്. അത് രമേശ് ചെന്നിത്തല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൂഫാൻ പോലെയുള്ള വലിയൊരു പ്രോജക്റ്റ്, വലിയ വിജയകരമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഇത്തരം നടപടി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മങ്ങലേൽക്കുകയുള്ളൂ ഈ നടപടികളിലൂടെ. നിലവിലിപ്പോൾ ഈ ED കേസെടുത്തല്ലോ ഫെമ വയലേഷൻ ഉണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തി കഴിഞ്ഞു. ഒരു പ്രാഥമിക പരിശോധനയിൽ തന്നെ മനസ്സിലായി ഇതിനകത്ത് ഫെമ വയലേഷൻ നിലനിൽക്കും. അങ്ങനെ ഫെമ വയലേഷൻ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഇത് കണ്ടെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉടനെ അഗസ്റ്റിൻ ബ്രദേഴ്സ് വിശദീകരണമായിട്ട് രംഗത്ത് വരും. അവർ വിശദീകരിച്ചുകൊണ്ട് വരുമ്പോൾ ഫെമ പോയിട്ട് ED ആ ഭാഗത്തൂടെ ചെല്ലേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇവർ വിശദീകരിച്ച് അന്തംഗമികൾ ഇപ്പം തന്നെ ഇറങ്ങി കാണും മിക്കവാറും പിന്തുണയുണ്ട്. കാരണം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസമായി പറഞ്ഞ പോലെ ഇവരാരെ സംരക്ഷിക്കും അന്തംഗമ്മികൾ? ഈ പറയുന്ന ട്രീ കട്ടേഴ്സ് മുതലാളിമാരെ സംരക്ഷിക്കണോ അതോ തൈക്കാണ്ടി തിരുത്തു കുടുംബത്തെ സംരക്ഷിക്കണോ എന്നുള്ള മൊത്തത്തിൽ ഇവർക്ക് ആകെപ്പാടെ ഭയങ്കര പണിയായിട്ട് ഈ നമ്മുടെ നാട്ടിൽ ഈ ജയിലുകൾ നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് തൂഫാൻ കാരണം, ഓപ്പറേഷൻ തൂഫാൻ കാരണം. ഇനി ഇതുപോലുള്ള ആളുകളെ കൊണ്ട് എവിടെ കൊണ്ട് പാർപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ജയിലിൽ പോകാതിരിക്കാനുള്ള സംവിധാനമൊക്കെ ഇവർ ഒപ്പിക്കും. കാരണം ഇവർക്ക് എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണയുണ്ട്. അത് കഴിഞ്ഞ സർക്കാരാണേലും ഈ സർക്കാരാണേലും. കാരണം സർക്കാരിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഭയമുണ്ട്. എല്ലാവരെയും ഭയമില്ല, ചില നേതാക്കൾക്ക്. അതെ, ഇവരെ ഭയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് VD സതീശനെതിരെ നിരന്തരം ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ സംയമനം പാലിച്ചു എന്നുള്ളത് വളരെ ആദരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം മെറ്റ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കിയത് ഇവിടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണെന്ന് നിരന്തരമായ ഒരു വാർത്ത കൊടുത്തു. VD സതീശൻ ഇടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു, നിരന്തരം കൊടുത്തു. മെറ്റ തിരുത്തിയിട്ട് പോലും അവർ വീണ്ടും ആ രീതിയിൽ തന്നെ വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇവർ മാത്രമല്ല, വേറെ 2-3 ചാനലുകൾ ഇതിനായിട്ട് കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. ഈ ട്രീ കട്ടർമാർക്ക് നല്ല ഫണ്ടുണ്ട്, അവർ ഈ ഫണ്ട് മറ്റ് ചാനലുകൾക്ക് കൊടുത്ത ലക്ഷണമുണ്ട്. ഇവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ബാധ്യത അവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മുഖ്യമന്ത്രി MDMA-യുമായിട്ട് പിടിയിലായ പ്രതിയുടെ കൂടെ നിൽക്കുന്ന പടങ്ങൾ വെച്ച് ഇവരിപ്പോഴും വ്യാപക പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക നിരന്തരം. ദേശാമാനെയും കേരളയും കടത്തിവിടുന്ന രീതിയിൽ തന്നെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പോലും ഈ പരിപാടി അവസാനിപ്പിച്ചു. എന്താണെങ്കിലും ശരി, ഈ ഫെമ വയലേഷനിൽ ഈ ട്രീ കട്ടേഴ്സ്, അതായത് RBC റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, ഇതിനകത്ത് പ്രാഥമികമായിട്ട് തന്നെ ഇതിൽ വയലേഷൻ കണ്ടെത്തി കഴിഞ്ഞു. മുന്നോട്ട് എന്താണ് EDയുടെ നീക്കം എന്നുള്ളത് അറിയണം. ഭാഗ്യമുണ്ടെങ്കിൽ തൈക്കണ്ടി ആൻഡ് ട്രീ കട്ടർ കൊള്ള സങ്കേതങ്ങൾക്ക് ഒരുമിച്ച് അകത്ത് കിടക്കാനുള്ള യോഗം ഉണ്ടാകണം.